Welcome to another video. We are SSLC exam in social history series videos. This is geography. History revolution focus area topic revolution American War of Independence. Prepare a flowchart illustrating the various events that led to the formation of the United States of America. United States of America ennu parayunna നമ്മൾ പറയുന്ന USA എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കേ അപ്പോൾ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നോക്കാം ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു 16ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് യൂറോപ്യൻസ് എന്ത് ചെയ്തു മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി എവിടേക്കാണ് നോർത്ത് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഇവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ കീഴടക്കുക എന്നുള്ളതായിരുന്നു ഏകദേശം 18ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ യൂറോപ്യൻസ് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ ഉണ്ടാക്കി ഓക്കെ എന്നിട്ട് അവിടെ എന്ത് കൊണ്ടുവന്നു മർക്കന്റിലിസ്റ്റ് ലോസ് കൊണ്ടുവന്നു മർക്കന്റിലിസ്റ്റ് ലോസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതായിരുന്നു സോ മർക്കന്റിലിസ്റ്റ് ലോസ് കൊണ്ടുവന്നു എത്ര ഉണ്ടായിരുന്നു മർക്കന്റിലിസ്റ്റ് ലോസ് 5 ലോസ് ആണ് പറഞ്ഞത് ഏതൊക്കെയായിരുന്നു സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുന്നതൊക്കെ ബ്രിട്ടീഷ് കപ്പലുകളിലോ ബ്രിട്ടീഷ് നിർമ്മിത കപ്പലുകളിലോ ഒക്കെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത്തരത്തിലുള്ള മർക്കന്റിലിസ്റ്റ് ലോസ് കൊണ്ടുവന്നു പിന്നീട് ഐഡിയോളജീസ് ഓഫ് തിങ്കേഴ്സ് ആണ് ചിന്തകന്മാരുടെ ആശയങ്ങൾ മെയിനായിട്ടുള്ള 3 ചിന്തകന്മാരെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഓക്കെ അപ്പോൾ ചിന്തകന്മാരുടെ ആശയങ്ങൾ പിന്നെ അവിടെ മുഴങ്ങിക്കേട്ടിരുന്ന ആ ഒരു നോർത്ത് അമേരിക്കയിൽ അക്കാലത്ത് മുഴങ്ങിക്കേട്ടിരുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്ന ഒരു സ്ലോഗൻ ഇനി ബോസ്റ്റൺ ടീ പാർട്ടി വരുന്നത് 1773 ഡിസംബർ 16-നാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്താണെന്ന് അറിയാലോ തേയിലയുടെ മേൽ ഉയർന്ന നികുതി ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് നോർത്ത് അമേരിക്കക്കാർ റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ചുകൊണ്ട് ബോസ്റ്റൺ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന കപ്പലുകളിൽ കയറിയിട്ട് 342 പെട്ടി തേയില എടുത്തിട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് അതിനുശേഷം അടുത്ത വർഷം 1773 കഴിഞ്ഞാൽ 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയായിരുന്നു ഫിലാഡൽഫിയയിലായിരുന്നു ഏത് വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ജോർജിയ എന്ന് പറയുന്ന കോളനിയിലത്തെ റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നില്ല അവരെല്ലാം കൂടി എന്ത് ചെയ്തു നമ്മുടെ ഇംഗ്ലണ്ടിന്റെ രാജാവിന് ഒരു പെറ്റീഷൻ കൊടുക്കുന്നു പക്ഷേ രാജാവ് ആ പെറ്റീഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാകുന്നില്ല അവരെന്ത് ചെയ്യുന്നു രാജാവ് പട്ടാളക്കാരെ ഉപയോഗിച്ചിട്ട് ഇവരെ അടിച്ചമർത്തുന്നു അടുത്ത വർഷം 1774 കഴിഞ്ഞിട്ട് 1775 ദ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അത് നടന്നത് എവിടെ തന്നെയായിരുന്നു ഫിലാഡൽഫിയയിൽ തന്നെയായിരുന്നു പക്ഷേ അവിടെ പ്രധാനമായിട്ടും ഒരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു ജോർജ് വാഷിംഗ്ടൺ ആരായിട്ടായിരുന്നു ചീഫ് ഓഫ് ദി കോണ്ടിനെന്റൽ ആർമിയുടെ ചീഫായിട്ട് ജോർജ് വാഷിംഗ്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു അതിനുശേഷം തോമസ് പെയിൻ്റെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തോമസ് പെയിൻ ഡിക്ലറേഷൻ എന്താണ് അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ അമേരിക്കക്കാർ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള എല്ലാ ടൈപ്പും എല്ലാ തരത്തിലുള്ള ഇടപാടുകളും നിർത്തണം എന്നാണ് ആര് പറഞ്ഞത് തോമസ് പെയിൻ ഒരു ലഘുലേഖയിലൂടെ പറഞ്ഞത് ഓക്കെ പിന്നെ തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് 1776 തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് പിന്നീട് പറയുന്നത് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നിട്ടുള്ളത് 1776 തന്നെയാണ് അതായത് മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നിട്ടുള്ള വർഷം തന്നെയാണ് പക്ഷെ അവിടെ സ്പെസിഫിക് ആയിട്ട് എന്ത് പറയുന്നുണ്ട് ദിവസം പറയുന്നുണ്ട് ഡേറ്റ് പറയുന്നുണ്ട് 4-ാം തീയതി ജൂലൈ 4-നാണ് അങ്ങനെ ഇംഗ്ലണ്ട് എന്ത് ചെയ്യുന്നു ഈ കോളനികൾക്ക് 13 കോളനികൾക്കും എന്ത് ചെയ്യുന്നു സ്വാതന്ത്ര്യം കൊടുക്കുന്നു പിന്നീട് എന്ത് ചെയ്യുന്നു ഭരണഘടന തയ്യാറാക്കപ്പെടുന്നു ആരുടെ ഇതിലായിരുന്നു ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നത് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു ജോർജ് വാഷിംഗ്ടൺ എന്തായി എന്നിട്ട് ആദ്യത്തെ പ്രസിഡന്റായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ USA ആദ്യത്തെ പ്രസിഡന്റായിട്ട് അറിയപ്പെടുന്നത് ആരാണ് നമ്മുടെ ജോർജ് വാഷിംഗ്ടൺ ആണ് ഓക്കെ ഇനി ദ ഇമ്പാക്ട് ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ഓൺ ലേറ്റർ വേൾഡ് ഹിസ്റ്ററി
പിന്നീട് ഉണ്ടായിട്ടുള്ള ലോക ചരിത്രത്തിൽ എന്തൊക്കെ സ്വാധീനമാണ് നമ്മുടെ അമേരിക്കൻ ഇൻഡിപെൻഡൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നോക്കാം. ഗേവ് ഡിറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റെവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകം മുഴുവനുള്ള പിന്നീട് നടന്നിട്ടുള്ള ഫ്രീഡം സ്ട്രഗിളിന്, സ്വാതന്ത്ര്യ സമരങ്ങൾക്കൊക്കെ ഒരു വഴികാട്ടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനമൊക്കെ നൽകിയ ഒരു സംഭവമായിരുന്നു അമേരിക്കൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് എവിടെയാണ്? നമ്മുടെ USA-ലാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ്. ആരുടെ നേതൃത്വത്തിലായിരുന്നു? നമ്മുടെ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യമായിട്ട് എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത്. പിന്നെ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന contributed to the concept of federal system that ensured freedom and authority of states in the union. എന്തായിരുന്നു? ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ആശയം കൂടി നമ്മുടെ പുതിയ ഒരു ഹിസ്റ്ററിയിലേക്ക് കൊണ്ടുവന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പാക്ട് ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചിട്ടാണ്. നമുക്ക് SSLC 2022-ൽ നമുക്ക് 3 ഭാഗങ്ങളാണ്, 3 അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷനും അതുപോലെ തന്നെ നമ്മുടെ റഷ്യൻ റവല്യൂഷനുമാണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ ഫോക്കസ് ഏരിയ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കവർ ചെയ്ത് പോകുന്നത്. പിന്നീട് ഫോക്കസ് ഏരിയ കഴിഞ്ഞ് നമ്മൾ നോൺ ഫോക്കസ് ഏരിയ ഭാഗം കൂടി കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു ടൈം ലൈൻ പോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 1773 ബോസ്റ്റൺ ടീ പാർട്ടി, 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1776 തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1776 തന്നെ ജൂലൈ 4-നാണ് എന്ത് ചെയ്യുന്നത്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടാവുന്നത്. അന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1781 യുദ്ധം അവസാനിക്കുന്നു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം എന്ത് ചെയ്യുന്നു? കോളനികൾക്ക് ഫ്രീഡം കിട്ടുന്നു. അപ്പോൾ 1 2 3 4 5 6 7 ഒരു 6-7 വർഷങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എഴുതുന്ന സമയത്ത്, കാലക്രമേണ എഴുതുന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ അടുത്ത പാർട്ടിലാണ് ചെയ്യുന്നത്. അടുത്ത പാർട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.